ലോകപ്രശ്നങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വ്യക്തിപരമായ സമ്മർദ്ദങ്ങളുണ്ട്. നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന നിങ്ങളുടെ സ്വന്തം നരകമുണ്ട്. നിങ്ങൾ രക്ഷപ്പെടാനുള്ള ഒരു വഴിയും അന്വേഷിക്കുകയാണ്. ഞാൻ ചുമക്കുന്ന ഈ ഭാരത്തിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തുകടക്കും? ഒരുപക്ഷേ നിങ്ങൾ സർവകലാശാലയിൽ പരാജയപ്പെടുകയായിരിക്കാം. ഒരുപക്ഷേ അത് ഒരു തകർന്ന പ്രണയബന്ധമായിരിക്കാം. അത് മറ്റെന്തെങ്കിലും ആകാം, നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നുള്ള സമ്മർദ്ദം. എന്തുതന്നെയായാലും, ഒരുപക്ഷേ നിങ്ങളുടെ മാതാപിതാക്കൾ തകർന്നിരിക്കാം, അത് നിങ്ങളെ കീറുമുറിച്ചിരിക്കാം. നിങ്ങൾക്ക് സമ്മർദ്ദം അനുഭവപ്പെടുകയും നിങ്ങൾ ഓടിപ്പോകാൻ ആഗ്രഹിക്കുകയും നിങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ മയക്കുമരുന്ന് മാർഗം പരീക്ഷിച്ചു, നിങ്ങൾ മദ്യം പരീക്ഷിച്ചു, പക്ഷേ അത് വിജയിച്ചിട്ടില്ല. ശരി, നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടാൽ നിങ്ങൾ അവസാനിച്ചു. ശ്വാസകോശത്തിന് ഓക്സിജൻ എങ്ങനെയാണോ, അതുപോലെയാണ് മനുഷ്യജീവിതത്തിന്റെ അർത്ഥത്തിനും പ്രത്യാശ. മനുഷ്യരാശിയുടെ വിധി അതിന്റെ പ്രത്യാശയുടെ വിതരണത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു പ്രശസ്ത കാർഡിയോളജിസ്റ്റ് എഴുതി, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മരുന്ന് പ്രത്യാശയാണ്. ഒരാൾക്ക് ഹൃദയാഘാതം വന്നാൽ ഞാൻ ഉടൻ തന്നെ അവൻ പ്രതീക്ഷ നൽകാൻ ശ്രമിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ അവസ്ഥയിൽ ഒരു പ്രശസ്ത വൈദ്യശാസ്ത്ര പ്രൊഫസർ പറഞ്ഞു, പ്രതീക്ഷ ഒരു മരുന്ന് പോലെയാണ്.